ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. പാലപ്പള്ളി തോട്ടം മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തിന് AI പ്രതിരോധമൊരുക്കാൻ വനം വകുപ്പ്. കാട്ടാന പുലി ആക്രമണം പതിവായ പ്രദേശങ്ങളിൽ AI ക്യാമറകൾ സ്ഥാപിക്കാനാണ് നീക്കം. മേഖലയിലെ വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾക്കായി KK രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് 5 ലക്ഷം രൂപ അനുവദിച്ചതായി MLA അറിയിച്ചു. വയനാട് മാതൃകയിൽ AI ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ഉറപ്പാക്കുന്നതിന് പദ്ധതിരേഖ തയ്യാറാക്കുവാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകി. രാത്രിയിലും പകലിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ക്യാമറയുടെ പരിധിയിൽ ചലിക്കുന്ന ജീവികൾ എത്തിയാൽ തത്സമയം ഡിറ്റക്ട് ചെയ്യുകയും ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സന്ദേശം എത്തുകയും ചെയ്യും. ക്യാമറ ഒരാഴ്ചയോളം ചാർജ് നിലനിൽക്കുന്നതാണ്. ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു. പ്രദേശവാസികളായ നിരവധി പേർ ആശങ്കയും ആവശ്യങ്ങളും യോഗത്തിൽ അറിയിച്ചു. പുലി സാന്നിധ്യം കണ്ട പ്രദേശങ്ങളിൽ കൂടുകൾ സ്ഥാപിക്കുന്നതിനും കേന്ദ്ര വനം നിയമപ്രകാരം കമ്മിറ്റി രൂപീകരിച്ച് അനുമതിക്ക് സമർപ്പിക്കും. നിലവിൽ അനുവദിച്ച RRTയുടെ പ്രവർത്തനം കാര്യക്ഷമമാകും. കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും നിർദ്ദേശം നൽകി. ഹാങ്ങിങ്, ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കാനും ആവശ്യമായ മുഴുവൻ സ്ഥലത്തും ട്രെഞ്ചുകൾ നിർമ്മിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. നമുക്ക് ഈ ചർച്ച ചെയ്തിട്ട് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ യോഗം. അതിൽ സാർ പറഞ്ഞതുപോലെ നമുക്ക് മുന്നേ കഴിഞ്ഞ വർഷത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ ഒരു RRT രൂപീകരിക്കണമെന്ന് ഇവിടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അത് നമ്മുടെ സർക്കാർ തലത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. നമുക്ക് പാലപ്പള്ളിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന് ഒരു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ചുമതലയിൽ ഒരു കാര്യാലയം രൂപീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പും പ്ലാന്റേഷൻ കമ്പനികളും അതാതിടങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റും. വന്യജീവി സാന്നിധ്യം കണ്ട ഇടങ്ങളിൽ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് മിനി മാസ്റ്റ്, ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും. വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, പഞ്ചായത്ത് അംഗങ്ങളായ അജിത സുധാകരൻ, MB ജലാൽ, CA ബെനാസീർ, ചാലക്കുടി DFO M വെങ്കടേശ്വരൻ, പാലപ്പള്ളി റേഞ്ച് ഓഫീസർ PD രതീഷ്, TM ഷിരാസ്, KV ജിതേഷ് ലാൽ, VV ഷിജു, MM അനുശ്രീ, സംഘടനാ പ്രതിനിധികളായ PK ശിവരാമൻ, CU പ്രിയൻ, C അബ്ദുട്ടി ഹാജി, രാജ്കുമാർ കടുന്തയിൽ, റോസ്ലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുതുക്കാട് ന്യൂസ്. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.